ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് നോക്കുന്നത് എംപ്ലോയി പ്രൊവിഡൻറ്റ് ഫണ്ട് എങ്ങനെ വിഡ്രോ ചെയ്യണം ഓൺലൈനായിട്ട് എന്നാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം എംപ്ലോയി പ്രൊവിഡൻറ്റ് ഫണ്ട് ട്രസ്റ്റായ CBT മീറ്റിംഗ് കൂടുകയും കുറേ അമെൻമെൻറ്റ്സ് കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിലിനെ പറ്റി നമുക്ക് സംസാരിക്കാം. അത് കൂടാതെ എങ്ങനെയാണ് KYC ഡീറ്റെയിൽസ് ചെയ്യുന്നതെന്നും നമുക്ക് ഒന്ന് നോക്കാം. എംപ്ലോയി പ്രൊവിഡൻറ്റ് ഫണ്ട് എന്ന് പറയുന്നത് നമ്മുടെ റിട്ടയർമെൻറ്റ് പ്ലാനിനെ പറ്റി ഉള്ള ഒരു സേവിങ്സ് എന്ന കൺസെപ്റ്റിലാണ് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് കൊണ്ടുവന്നത്. ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള നമ്മുടെ റിട്ടയർമെൻറ്റ് പ്ലാനാണ്, അതായത് മാൻഡറ്ററി പ്ലാനാണ്. നമ്മുടെ ബേസിക് പ്ലസ് DAയുടെ 12% PF കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് എങ്ങനെയാണ് ഡിജിറ്റൽ പ്രോസസ്സ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ നമുക്ക് KYC കംപ്ലീറ്റ് ആകണം. KYC കംപ്ലീറ്റ് ആവണമെങ്കിൽ നമ്മൾ EPFലെ സർവീസ് എന്ന ഓപ്ഷൻ ആദ്യം ചൂസ് ചെയ്യണം. സർവീസിൽ നമ്മൾ ഫോർ എംപ്ലോയീസ് എന്ന ഓപ്ഷനാണ് ചൂസ് ചെയ്യേണ്ടത്. രണ്ടാമത് എംപ്ലോയർ എടുക്കരുത്, എംപ്ലോയർ നമ്മുടെ കമ്പനിയുടെയാണ്. എംപ്ലോയീസ് എന്ന ഓപ്ഷൻ എടുക്കുക. അതിൽ രണ്ടാമത്തെ ഓപ്ഷനായ മെമ്പർ UAN സർവീസ് എടുക്കുക. UAN എന്ന് പറയുന്നത് നമ്മുടെ യൂണിവേഴ്സൽ അക്കൗണ്ട് നമ്പറാണ്. അതായത് നമ്മുടെ സാലറി സ്ലിപ്പിൽ ആ നമ്പർ ഉണ്ടാവും. അത് ചൂസ് ചെയ്യുക. അത് ചൂസ് ചെയ്തിട്ട് നമ്മുടെ UAN നമ്പറും പാസ്വേഡും കൊടുക്കുക. അത് കൂടാതെ ക്യാപ്ച കൂടെ കൊടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ OTP ജനറേറ്റായി വരുന്നതാണ്. OTP നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ അടുത്ത നമ്മൾ വിൻഡോയിലോട്ട് പോയി കഴിയുമ്പോൾ തന്നെ നമുക്ക് അടുത്ത വിൻഡോ ഓപ്പണായി വരുന്നത് ഇങ്ങനെയായിരിക്കും. അതിൽ KYC എന്ന ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുക. ഹോം വ്യൂ, പിന്നെ അതിൽ അടുത്ത അക്കൗണ്ട് ഓൺലൈൻ സർവീസ് ഉണ്ടാവും. അതിൽ നമ്മൾ കോണ്ടാക്ട് എല്ലാ ഡീറ്റെയിൽസിലുള്ള KYC എടുക്കുക. KYCയിൽ നമുക്ക് ബാങ്ക്, ആധാർ, പാൻ, മൊബൈൽ നമ്പർ, ഈ മൂന്ന് ഐറ്റം നമ്മൾ പ്രോപ്പറായിട്ട് ഫില്ല് ചെയ്ത് കൊടുത്ത് ബാങ്ക് ലിങ്ക്ഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പർ തന്നെ കൊടുക്കണം. അതാകുമ്പോൾ പ്ലസ് ആധാർ അതിൽ വെരിഫൈഡ് ആയിരിക്കും. പാൻ കാർഡും അതിൽ തന്നെ ഉണ്ടാകും. അത് നമുക്ക് വെരിഫൈ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് വിൻഡോ വരുന്നത് ഇതാണ്. അതിൽ നമുക്ക് ഫോംസ് ഉണ്ടാവും. ഫോം 11, ഫോം 10, ഫോം 3 ക്ലെയിം ചെയ്യേണ്ട എല്ലാ ഫോംസും അതിൽ തന്നെ ഉണ്ടാവും. അടുത്ത വിൻഡോ വരുന്നത് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് വെരിഫൈ ചെയ്യുന്നതാണ്. ലാസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ നമ്മുടെ ബാങ്കിൻ്റെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് വെരിഫൈ ചെയ്യുക. അപ്പോഴത്തേക്കും നമ്മുടെ ബാങ്കും ആധാറും ഫോൺ നമ്പറും വെരിഫൈ ആവും. അടുത്ത വിൻഡോ നമ്മളത് എഗ്രി ചെയ്ത് കൊടുക്കുക. നമ്മുടെ കണ്ടീഷൻസ് എഗ്രി ചെയ്ത് കൊടുത്ത് നമ്മുടെ ബാങ്കും എല്ലാം കറക്റ്റാണെന്നുള്ള നമ്മുടെ ഡിക്ലറേഷൻ അവർ എടുത്ത് കഴിഞ്ഞിട്ട് ഇത് പ്രോസസ്സ് ആവുന്നതാണ്. ഇനി നമുക്ക് പുതിയ PF റൂളിൽ നിയമങ്ങളുടെ വന്ന വ്യത്യാസം, അമെൻഡ് ചെയ്ത റൂൾസ് എന്താണെന്ന് നോക്കാം. ഇപ്പോൾ വന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂള് മിനിമം ബാലൻസ് കീപ്പ് ചെയ്യണം എന്നുള്ള ഒരു ഓപ്ഷനാണ്. 25% EPF നമ്മൾ പ്രൊവിഡൻറ്റ് ഫണ്ടിൻ്റെ ഷെയർ കീപ്പ് ചെയ്യണം. അത് ബോത്ത് എംപ്ലോയർ ആൻഡ് എംപ്ലോയിയുടെയും കൂടെ ചേർത്തിട്ടാണ്. മുന്നേ എന്ന് വെച്ചാൽ മിനിമം ബാലൻസിൻ്റെ ആവശ്യമില്ലായിരുന്നു. അതുപോലെ മുന്നേ സെപ്പറേറ്റ് 13 ഡിവിഷൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ട്. 3 കാറ്റഗറി ആയിട്ടാണ്. എസെൻഷ്യൽ, ഹൗസിങ്, സ്പെഷ്യൽ സർക്കംസ്റ്റാൻസസ്. എസെൻഷ്യൽ നമ്മുടെ ഡിസീസ് അങ്ങനത്തെ സംഭവമൊക്കെ വരുന്ന, സ്പെഷ്യൽ സർക്കംസ്റ്റാൻസസ് മാരേജ് അങ്ങനത്തെ സംഭവങ്ങളാണ്. അത് കൂടാതെ വന്ന ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ മുന്നേ എന്ന് വെച്ചാൽ ഹൗസിങ് അല്ലെങ്കിൽ മാരേജിനാണെങ്കിൽ 7 മുതൽ 5 വർഷം വരെ നമ്മൾ വെയിറ്റിംഗ് ലോക്കിൻ പീരീഡ് ഉണ്ടായിരുന്നു. അതിപ്പോൾ 12 മാസമായിട്ട് കുറച്ചിട്ടുണ്ട്. അതുപോലെ വിഡ്രോവലിൻ്റെ ഷെയറും വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. 100% വിഡ്രോ ഓപ്ഷൻസ് ഇപ്പോൾ വന്നിട്ടുണ്ട്. മുന്നേ എന്ന് പറയുമ്പോൾ കല്യാണത്തിനാണെങ്കിൽ 50% പറ്റത്തുള്ളൂ. ഇൽനെസ് ആണെങ്കിൽ സാലറിയുടെ 6x ആയിരുന്നു. ഇപ്പോൾ അതെല്ലാം അമെൻഡ് ചെയ്തിട്ട് അവർ 100% എംപ്ലോയി പ്ലസ് എംപ്ലോയർ ഷെയർ എന്ന കാറ്റഗറിയിലോട്ടാണ് വന്നേക്കുന്നത്. അതുപോലെ തന്നെയാണ് സെറ്റിൽമെൻറ്റ് കേസായാലും ഫാസ്റ്റ് സെറ്റിൽമെൻ്റ് ആയപ്പോൾ അവർ വന്നേക്കുന്നത്. പിന്നെ ലിമിറ്റ് ഉണ്ടായിരുന്നു, 3 വിഡ്രോവൽ ലിമിറ്റ്സ് ഉണ്ടായിരുന്നു. അതിപ്പോൾ 10x ആക്കിയിട്ടുണ്ട്. എഡ്യൂക്കേഷൻ, മാരേജ് ആണെങ്കിൽ 5x ആക്കിയിട്ടുണ്ട്.
അതുപോലെ നമ്മുടെ പ്രത്യേകം ജസ്റ്റിഫിക്കേഷൻ ഒന്നും കൊടുക്കണ്ട, എന്തിനാണ് വിഡ്രോ ചെയ്യുന്നതെന്നൊന്നും കൊടുക്കണ്ട. മുമ്പ് അതിൻ്റെ റീസൺ മെൻഷൻ ചെയ്യണമായിരുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ ഇത് ഷെയർ ചെയ്ത് ഒരു എല്ലാവർക്കും ഇൻഫോർമേറ്റീവായിട്ടുള്ള ഒരു സൊല്യൂഷൻ കൊടുക്കാൻ പറ്റും. എല്ലാവർക്കും നന്ദി.